ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ സംസ്കാരം കേരളത്തിൽ തന്നെയെന്ന സൂചന വരുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ എപ്പിസ്കോപ്പൽ സിനഡ് ഇന്ന് രാത്രി 8 മണിക്ക് തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് ചേരും. പത്തനംതിട്ടയിൽ നിന്ന് ടെലിഫോണിൽ ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട്. ശ്രീജിത്ത്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് അഗൈൻ SKN. ഏറ്റവും ഒടുവിൽ ഇവിടെ തന്നെ ആയിരിക്കും, തിരുവല്ലയിലെ സഭാസ്ഥാനത്ത് തന്നെ ആയിരിക്കും സംസ്കാരമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇക്കാര്യത്തിൽ ഒരു അനൌദ്യോഗിക തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. ഇത് അന്തിമമായ ഒരു തീരുമാനത്തിന് വേണ്ടി ഇവരെല്ലാം ചേർന്നിരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു എപ്പിസ്കോപ്പൽ സിനഡ് വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് ചേരുന്നത്. പലരും ഡൽഹിയിൽ നിന്നും കൽക്കത്തയിൽ നിന്നും ഒക്കെ ബിഷപ്പുമാർ എത്തേണ്ടതുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സമയം മാത്രമാണ് ഇപ്പോൾ അവർ കാത്തിരിക്കുന്നത്. എന്തായാലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ വൈകിട്ട് 8 മണിക്ക് തന്നെ നടക്കും. അക്കാര്യത്തിൽ ഒരു 9 മണിയോടുകൂടി തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. അതൊരു വാർത്താക്കുറിപ്പായി തന്നെ ഇറക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബിലീവേഴ്സ് സഭയുടെ ഹോസ്പിറ്റലായ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ എന്തായാലും ഇപ്പോൾ ഒരു വലിയ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സഭകളുടെ അധ്യക്ഷന്മാരും ബിഷപ്പുമാരും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഈ പ്രാർത്ഥന അവസാനിക്കും. ഈ മരണത്തിൽ യാതൊരു ദുരൂഹതയും ഇല്ല എന്ന് ഇതിന്റെ ഇവിടുത്തെ ഈ സഭയുടെ PRO കൂടിയായിട്ടുള്ള ഫാദർ സിജോ പൊതുവിൽ അറിയിച്ചു കഴിഞ്ഞു. തങ്ങൾക്ക് അത്തരത്തിലുള്ള ദുരൂഹതകളൊന്നും സംശയിക്കത്തക്ക തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളെല്ലാം തന്നെ അവിടെ പൂർത്തിയായി. അതിനുശേഷം മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് തങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്തായാലും ഇവിടെ തന്നെയായിരിക്കും, സഭാസ്ഥാനത്ത് തന്നെയായിരിക്കും ബിഷപ്പ് മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ അന്ത്യവിശ്രമം എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മാത്രമാണ് ഇനി വരാനുള്ളത്. SKN. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ ടെലിഫോണിൽ ചേർന്നത്.